ഭക്ഷണത്തോടും ഇച്ചിരി പ്രിയം ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക്. പ്രിയമുണ്ട്, ഭയങ്കര കൺട്രോൾ ആവശ്യം. തടി കൂടാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഐസ്ക്രീം കഴിച്ചാലും ഉത്തര കഴിക്കാതെ അവിടെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കണ്ടു ഡെലിവറിക്ക് ശേഷമുള്ള ഒരു മേക്ക് ഓവർ വീഡിയോ, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് എപ്പോഴും പറഞ്ഞു. ഇത്ര ചെയ്യണ്ട, അത് കുറഞ്ഞു പറയാറില്ല, കാരണം എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുമല്ലോ. നമ്മള് പറയാൻ നല്ല വിവരമുണ്ട്, വായിച്ചിട്ട് കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ, ജനറൽ നോളജ്. അപ്പൊ ഏത് നല്ലത് ഏത് ചീത്താന്ന് അറിയേണ്ട പ്രായമായല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. അവനവന്റെ ഇഷ്ടം. പക്ഷെ നന്നായിരിക്കുന്നു. ഇപ്പൊ ഡയറ്റൊക്കെ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അല്ല പട്ടിണി കിടന്നിട്ടുള്ള ഡയറ്റ് അല്ല, വേണ്ടത് പ്രോട്ടീൻ കഴിച്ചിട്ട് തന്നെയുള്ള ഡയറ്റാണ് ചെയ്യുന്നത്. ഡാൻസ് ക്ലാസ്സും ഒക്കെ ആയിട്ട് നല്ല എക്സസൈസ് ആണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. എന്ത് ചെയ്താലും ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം അടുത്തത് വരാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അടുത്ത മാസം റിലീസ് ആവും. അഭിനയത്തിലേക്ക് കൂടുതലും പിന്നെ കണ്ടില്ല. അതിന് കുറച്ച് ഇങ്ങനെ ഒരു വശത്തിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് തിരിഞ്ഞത്. ആളും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ പഠിച്ചത്. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂല് ചിലപ്പം ഡയറക്ഷനോടായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും ആള് വരാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചില്ല. പിന്നെ ആള് നൃത്തത്തിലേക്ക് മാത്രം ഒതുങ്ങി. അതെ അതെ, അതിന്റെ ഇടയിൽ കുറച്ച് ചെയ്തല്ലോ, 3-4 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഒരു 2 കൊല്ലം കൂടും വരണം. അങ്ങനെ പിന്നെ വീണ്ടും ഡാൻസിലേക്ക് പോകും, പിന്നെ ഇതിലേക്ക് വരും, പിന്നെ അങ്ങനെ പോകും. രണ്ടും കൂടെ കൊണ്ടുനടക്കണം. നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു കണ്ടന്റിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പെർമിഷനോടുകൂടി സംസാരിക്കുകയാണ്. ദിലീപ് വിഷയത്തിൽ ഏറ്റവും ബോൾഡായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ചേച്ചി. ആ നിലപാട് ഇപ്പോഴും അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാനൊരു സത്യം പറയാം, ഞാൻ പറയുന്ന കാര്യം കേട്ടോ, മാധ്യമങ്ങൾ പറയുന്നതല്ല. അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ദിലീപിനെ നമ്മുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയല്ലോ, ദിലീപിനെ നമ്മൾ ഈ വർഷം തിരിച്ചെടുക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മളെല്ലാവരും കൂടെ തീരുമാനിക്കണം, എന്താണ് തിരിച്ചെടുക്കുന്നത്. ഇത്രയാണ് ചോദിച്ചത്. അതിനാണ് പിറ്റേ ദിവസം സകലത്തിലും വന്നു. ഊർമിള ഉണ്ണി നിർബന്ധിച്ചു, ദിലീപിനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു, മൈക്കിൽ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ഈശ്വരൻ, എനിക്ക് എന്താ തോന്നിയത് അങ്ങനെ ചോദിക്കാൻ? ഇത്രേ ചോദിച്ചുള്ളൂ. അത് ചോദിച്ചതാണ്. അല്ല, പക്ഷെ ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ ഞാനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഒരു ബൈറ്റിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ബോൾഡായിട്ട് സംസാരിക്കുന്ന അല്ല, എല്ലാം എന്നോട് ചോദിക്കാറുണ്ട് എല്ലാരും. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്താണ് തിരിച്ചെടുക്കുന്നുണ്ടോ? നമ്മള് ഒരാളെ പുറത്താക്കിയതല്ലേ, അപ്പൊ നമ്മൾ തിരിച്ചെടുക്കാം. കേസൊക്കെ അല്ലേ, അപ്പൊ പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എടുത്തിട്ടില്ല ആളെ. അല്ല, കേസ് കഴിഞ്ഞിട്ടില്ല. കേസ് കഴിഞ്ഞാൽ ഒരു പക്ഷെ വീണ്ടും അങ്ങനെ ഒരു ആവശ്യം വരുമോ? എന്താ തിരിച്ചെടുക്കുന്നു അറിയില്ല. അത് അമ്മയിൽ എല്ലാരും കൂടെ തീരുമാനിക്കുന്ന കാര്യമില്ല, എനിക്കറിയില്ല. ഇല്ല, ഒരു പക്ഷെ തിരിച്ചു വരാൻ ഇപ്പോഴും അമ്മയെ സംഘടനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആക്റ്റീവാണ്. നമ്മളും പരിചയപ്പെട്ടതും സംഘടന ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെയാണ് സംഘടനയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളം? എന്തൊക്കെയായാലും നമ്മളൊരു കുറേ വർഷമായിട്ടുള്ള ഒരു സംഘടനയാണ്, നന്നായി പോകുന്നുണ്ട്. അതില് എല്ലാവരും നല്ല യോജിപ്പോടുകൂടി പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ബാക്കിയുള്ളവരിരുന്ന് കൊനിഷ്ഠ ഉണ്ടാക്കണത് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും നല്ല യോജിപ്പിലുമാണ്. ഞങ്ങളെല്ലാവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വർഷവും ജൂൺ അവസാനം ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ച് മുമ്പേ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കും, കാണണ്ടേ, സാരിയാണോ കൊടുക്കുന്നത്, സൽവാറാണോ എന്നൊക്കെ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നതും അന്നത്തെ ദിവസം കാണുന്നതും ചിരിക്കുന്നതും വർത്താനം പറയുന്നതും പിന്നെ പിന്നത്തെ വർഷമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ലൊരു രസമായിട്ട് പോകുന്ന ഒരു സംഘടനയാണ്. സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്താരായിരിക്കും? അങ്ങനെ സിനിമയിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങളില്ല, എന്നാലും ഇവരൊക്കെ ഉണ്ട്. സീനത്തും അഭിയയും ഒക്കെ എല്ലാവരും നല്ല ഇതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.